ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാവയ്ക്കയും ഒരു കഷ്ണം മാങ്ങയും കൊണ്ട് ഉള്ള ഒരു അടിപൊളി ഒഴിച്ച് കൂട്ടാനുള്ളതാണ് കേട്ടോ. അപ്പം പാവയ്ക്ക ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെ ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാവയ്ക്കയുടെ പകുതി കേട്ടോ, പിന്നെ ഒരു മാങ്ങയുടെ പകുതി അത്രയൊക്കെ മതി. ഒത്തിരി വേണ്ട, മാങ്ങ അധികം പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു സവാള, ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 2 കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് അരിഞ്ഞെടുക്കാം. അത് പാവയ്ക്ക അധികം തീരെ നൈസായിട്ടും വേണ്ട, എന്നിട്ട് വലിയ കനത്തിലും വേണ്ട. ഇങ്ങനെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മാങ്ങയാണെങ്കിലും ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇടയ്ക്കൊന്ന് കടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ വല്ലാണ്ട് മാങ്ങ വെന്തു പോകും. പച്ചമുളകാണേലും അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോളയാണെങ്കിലും അധികം നൈസാക്കാണ്ട് തന്നെയാണ് ഒന്ന് അരിഞ്ഞു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നല്ല ഒരു ടേസ്റ്റുള്ള ഒഴിച്ചു കൂട്ടാനാണ് ഇത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതാ ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഞാൻ അരിഞ്ഞു വെച്ചു. എന്നിട്ട് അതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എരിവിന് ആയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ആക്കണം. പിന്നെ അതുകൂടാതെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. അത് എൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. പിന്നെ അതിന് വേണ്ട അരപ്പെടുക്കണം. അതിന് ഒരു അരമുറി തേങ്ങ, ഞാൻ കുറച്ച് നല്ല പാലുള്ള ഒരു തേങ്ങ, അരമുറി തേങ്ങ 2 പാലാക്കി എടുക്കണം. തലപ്പാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതങ്ങനെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. കുറച്ച് ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് അത് അഴിഞ്ഞ് നമുക്കൊന്ന് അടുപ്പ് വെച്ച് കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ ഞാൻ സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ 2 പാല് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തലപ്പാലും 2-ാം പാലുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആവിയൊക്കെ വന്നു. ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, നന്നായിട്ടൊക്കെ ചൂടായി കഴിയുമ്പോൾ 2-ാം പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. ഈ കറിയുടെ വേറെ ഒരു കറിയും വേണ്ട, ചെറിയൊരു പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് പാവയ്ക്കയുടെ കയ്പേ അറിയില്ല. എത്ര കയ്പുള്ള പാവയ്ക്കാണെങ്കിലും നമുക്ക് ഈ രീതി കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് 2-ാം പാൽ ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം തിളയ്ക്ക് വന്നു, കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ പാവയ്ക്ക എന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ഒരു സാധനമുണ്ടോ, പക്ഷേ കയ്പുള്ളതുകൊണ്ട് പലർക്കും ഇതിഷ്ടമല്ല. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നേ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ശരിക്കും പാവയ്ക്ക അന്ന് തന്നെ തോന്നുന്നില്ല കേട്ടോ. പുളി പിടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കയ്പ് എതിരേ പോയെന്ന് കാണില്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അത്ര സമയമൊന്നും വേണ്ട, വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം വെന്ത് ഒന്ന് വെള്ളമൊക്കെ പറ്റി വന്നു. അപ്പോഴത്തേക്കും ഞാൻ തലപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് തിളച്ച് കഴിഞ്ഞാൽ അത് പാല് പിരിഞ്ഞു പോകുമല്ലോ. കറി ഏകദേശം ഒന്ന് നന്നായിട്ട് കുറുകിയിരിക്കണം, ഒത്തിരി ലൂസാവാൻ പാടില്ല. ഏകദേശം ഒന്ന് കുറുകി സ്റ്റൗവൊക്കെ ഞാനൊന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിന് പാകത്തിന് വേണമെങ്കിൽ ഇനി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിതാ വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടി ചേർക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് കുറച്ച് സവോളയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ഉലുവാപ്പൊടി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെയാണ്. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിച്ചട്ടിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ മൂക്കുമ്പോൾ ഒന്ന് കടുക് പൊട്ടിച്ച് ചേർക്കണം.
വെളിച്ചെണ്ണ തന്നെ പരമാവധി കടുക് പൊട്ടിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. അപ്പോഴാണ് കൂടുതലൊരു എന്താ പറയുക ടേസ്റ്റും. കാഴ്ചക്കാണെങ്കിലും വറ്റൽമുളകൊക്കെ കിടക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ കാണാനും. അപ്പോൾ ഇതാ കടുക് പൊട്ടിച്ച് ചേർത്തു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നല്ലൊരു കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഹെൽത്തി കറി കൂടിയാണ് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.